What we are discussing about is electronic media. Among them, I've already given you a gist of the history of film and radio. The next is about television. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം ടെലിവിഷന്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ പൊതുവായ സവിശേഷതകളെക്കുറിച്ചും പഠിക്കാം. So, let's get straight into the topic, television. In the word television, tele means distant. Television means seeing things from distant places. ടെലിവിഷനിൽ ടെലി എന്നതുകൊണ്ട് ദൂരെ എന്നാണ് അർത്ഥമാക്കുന്നത്. ടെലിവിഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൂരെ നിന്നുള്ള കാഴ്ചകൾ നോക്കിക്കാണുക എന്നതാണ്. ടെലിവിഷൻ വാസ് ഇൻവെന്റഡ് ബൈ ജോൺ ലോഗി ബെയർഡ് ഓഫ് ലണ്ടൻ ഇൻ ഏപ്രിൽ 1925. 1925 ജോൺ ലോഗി ബെയർഡാണ് ടെലിവിഷൻ എന്ന ഉപകരണം കണ്ടുപിടിച്ചത്. JL ബെയർഡ് എന്നും നിങ്ങൾക്ക് ചുരുക്കി പറയാവുന്നതാണ്. ഇനി ഇന്ത്യയിലെ ടെലിവിഷൻ ചരിത്രം നോക്കാം. September 15, 1959. This is the most important date in the history of television in India. It was in this year television transmission was started by All India Radio on an experimental basis in New Delhi. So, television transmission started in India on September 15, 1959. Initially, it was used as a vehicle for community development and formal education. Later, entertainment programs were also added. In 1976, television was separated from All India Radio under the new banner Doordarshan. So the name Doordarshan came into being in the year 1976. Another important date that you have to remember is 1982. Two important developments in the history of Indian television happened during this year. One is Doordarshan started telecasting programs in color. That is, color transmission started in 1982. Another development was that Doordarshan successfully undertook the live coverage of 9th Asian Games from New Delhi. That is, live coverage also started in the same year, 1982. സെപ്റ്റംബർ 15, 1959 ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണത്തിന് തുടക്കം കുറിച്ച ദിവസമാണിത്. ഓൾ ഇന്ത്യ റേഡിയോ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്നാണ് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത്. ആരംഭത്തിൽ ഇത് സാമൂഹിക വികസനത്തിനും ഔപചാരിക വിദ്യാഭ്യാസത്തിനും മാത്രമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിലും പിന്നീട് വിനോദ പരിപാടികൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. 1976 ടെലിവിഷനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തി ദൂരദർശൻ എന്ന പേര് നൽകി. 1982 ഇന്ത്യൻ ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വർഷമായിരുന്നു 1982. അന്നായിരുന്നു ആദ്യമായി ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചത്. അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്നത്. ഇതേ വർഷം തന്നെയാണ് ദൂരദർശൻ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നതും. ഡൽഹിയിൽ നടന്ന 9ാമത് ഏഷ്യൻ ഗെയിംസ് ലൈവായിട്ടാണ് അന്ന് ദൂരദർശൻ പ്രേക്ഷകരിൽ എത്തിച്ചത്. ഇത് ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി. Let's look at the history of television in Kerala. November 19, 1982. I've already told you that you should remember this year, 1982. It was in this year television was introduced in Kerala also. It was on November 19, 1982, Doordarshan telecasted Asian Games held in New Delhi.
This was the beginning of television transmission in Kerala. On January 1st, 1985, a full-fledged program production center was commissioned at Kudapanakunna in Thiruvananthapuram. This materialized regional broadcast in Kerala. Then, in 1993, Asianet, the first private television channel in India, was started. See, it's not in Kerala only. In all over India, Asianet is the first among all the private television channels. In 2003, that's after 10 years, the first Malayalam news channel, India Vision, was started. 1982 നവംബർ 19 കേരളത്തിലേക്ക് ടെലിവിഷൻ കടന്നു വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നായിരുന്നു പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ചത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു ആദ്യമായി സംപ്രേഷണം ചെയ്തത്. 1985 ജനുവരി 1 തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിൽ ദൂരദർശൻ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് പ്രാദേശിക പരിപാടികൾക്ക് തുടക്കമിട്ടു. പിന്നീട് 1993 ഏഷ്യാനെറ്റ് കടന്നു വന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ്. ഇത് സംപ്രേഷണം ആരംഭിച്ചത് 1993 2003 അതായത് 10 വർഷത്തിന് ശേഷം ഇന്ത്യ വിഷൻ ആരംഭിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനൽ എന്നതാണ് ഇന്ത്യ വിഷന്റെ പ്രത്യേകത. I hope you get an idea about the history of television. Now, let's analyze the characteristics of electronic media in general. Electronic media comprises of film, radio, and television. Now, let's see what are the characteristics of all these media. Radio is purely an auditory medium, whereas films and television are audio-visual media. That means radio is a medium which is meant for our ears only, but films and television are meant for our eyes as well as ears. റേഡിയോ പരിപൂർണമായും ഒരു ശ്രവ്യമാധ്യമമാണ്. എന്നാൽ സിനിമയും ടെലിവിഷനും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളാണ്. The second characteristic, electronic media act as infotainment channels as they provide a wide variety of informative and entertainment programs. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതോടൊപ്പം അവരെ വിനോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആകാശവാണിയിലെ ചില പരിപാടികൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതേസമയം ശ്രോതാക്കളെ രസിപ്പിക്കാനായി നമുക്ക് FM ചാനലുകളുമുണ്ട്. ടെലിവിഷനിലാകട്ടെ നമുക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും പ്രത്യേകം ചാനലുകൾ തന്നെയുണ്ട്. For using electronic media, one needs to have some technical knowledge. Yes, technology is getting advanced and one needs to update his or her technical know-how to use electronic media. സാങ്കേതിക വിദ്യ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് അല്പം സാങ്കേതിക പരിജ്ഞാനം അനിവാര്യമാണ്. The next point, electronic media appeal to everyone as they are capable to communicate even with the illiterates. Not only the illiterates, even people with physical handicap like visual disabilities could enjoy electronic media to a great extent. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ആസ്വദിക്കുന്നതിന് നിരക്ഷരത ഒരു തടസ്സമല്ല. മാത്രമല്ല, കാഴ്ചയ്ക്കോ കേൾവിക്കോ വൈകല്യമുള്ളവർക്ക് പോലും ഒരു പരിധിവരെ ഇവ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ് സത്യം. Look at the next point. Thanks to satellite systems and new technologies, electronic media now have a wide coverage. സാറ്റലൈറ്റുകളുടെയും
മറ്റു സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് ഒരു വലിയ ഭൂപ്രദേശത്തേക്ക് സംപ്രേഷണം സാധ്യമായിരിക്കുന്നു. The programs in electronic media are ephemeral in nature. They are fleeting in nature, which means they last only for a short period. After that they go off. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ പരിപാടികൾ ക്ഷണികമാണ്. പത്രങ്ങളിലെയും മാസികകളിലെയും പോലെ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത ഇതിനില്ല എന്ന് പറയാം. Live coverage is possible on radio as well as on television. You know that technological developments have made on-the-spot reporting much easier, and this immediacy has made them popular among people. നമുക്കറിയാം, തത്സമയ സംപ്രേഷണം റേഡിയോയിലും ടെലിവിഷനിലും സാധ്യമാണ്. ഇത് ഇലക്ട്രോണിക് മാധ്യമങ്ങളെ കുറെ കൂടി ജനകീയമാക്കാൻ സഹായിച്ചിരിക്കുന്നു. And the last point, electronic media still remain as the most popular and powerful media which has a great impact and influence on a large audience. ഇന്നും ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആകർഷിക്കുവാനും സ്വാധീനിക്കാനുമെല്ലാം ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. Now it's question time.